ചില ബന്ധങ്ങൾ നിശബ്ദമായി കെട്ടിപ്പടുക്കുകയും ഓരോ വർഷവും കൂടുതൽ ശക്തമാവുകയും ചെയ്യുമ്പോൾ തീവ്രമായ അഭിനിവേശത്തോടെ തുടങ്ങുന്ന ചില ബന്ധങ്ങൾ പതുക്കെ തകരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മിക്ക ആളുകളും ഒരാളോട് ഒരു സ്പാർക്ക് തോന്നുമ്പോൾ ഇതാണ് തൻ്റെ ആത്മമിത്രമെന്ന് അല്ലെങ്കിൽ ജീവിത പങ്കാളിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറുകളിലോ ഫിൽട്ടർ ചെയ്ത ഫോട്ടോകളിലോ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നില്ല. അത് പങ്കിട്ട പ്രതികൂല സാഹചര്യങ്ങളുടെ തീയിൽ കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഗൗരവമുള്ള കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നത് ഒരു താൽക്കാലിക സൗന്ദര്യശാസ്ത്രത്തിലാണോ അതോ ആത്മാവിൻ്റെ നിലനിൽക്കുന്ന വാസ്തുവിദ്യയിലാണോ? ഇന്ന് നമ്മൾ ആകർഷണത്തിനപ്പുറത്തേക്ക് പരിശോധിക്കുന്നു. ചാണക്യൻ്റെ മൂർച്ചയുള്ള പ്രായോഗികതയെ മാർക്കസ് ഔറേലിയസിൻ്റെ വൈകാരിക ശിക്ഷണവുമായി സംയോജിപ്പിച്ച് ഒരു സത്യം നമുക്ക് കണ്ടെത്താം. സൗന്ദര്യം നിങ്ങളെ ആകർഷിച്ചേക്കാം, എന്നാൽ സ്വഭാവമാണ് നിങ്ങളെ നിലനിർത്തുന്നത്. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, കാരണം ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ അതേ രീതിയിൽ നോക്കില്ല. സ്പാർക്കിനും സൗന്ദര്യത്തിനും അപ്പുറത്തേക്ക് ഒരു ബന്ധം നിലനിൽക്കുന്നതിന് അനിവാര്യമായ 6 കാര്യങ്ങൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. 1. ഡിജിറ്റൽ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ വ്യാമോഹം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 2026-ലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെച്ചപ്പെടുത്തിയ പൂർണ്ണതയുടെ യുഗം. ഫിൽട്ടറുകൾ മുഖങ്ങളെ സുന്ദരമാക്കുന്നു. അൽഗോരിതങ്ങൾ തുല്യതയെ വർദ്ധിപ്പിക്കുന്നു. ഡേറ്റിംഗ് ആപ്പുകൾ ദൃശ്യഭംഗിക്ക് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകുന്നു. എന്നാൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു സത്യം ഇതാ: നിങ്ങളുടെ തലച്ചോർ പുതുമക്കായി തിരയുന്നു, ദീർഘായുസ്സിനായി അല്ല. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹൈഡ്രോണിക് ട്രെഡ്മിൽ എന്ന് വിളിക്കുന്നു. ശാരീരിക ആകർഷണം വളരെ നേരത്തെ തന്നെ അതിൻ്റെ പാരമ്യത്തിലെത്തും. ഡോപ്പമൈൻ വേഗത്തിൽ കുതിച്ചുയരുന്നു, എന്നാൽ എല്ലാ സ്പൈക്കുകളും വേഗത്തിൽ കുറയുന്നു. അഥവാ വളരെ വേഗത്തിൽ ഉയരുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ വേഗത്തിൽ വീഴുന്നു. സൗന്ദര്യം അടിസ്ഥാനമാകുമ്പോൾ ആ ബന്ധം പലപ്പോഴും ആദ്യം തീവ്രമായി തോന്നും, പിന്നീട് ശൂന്യമായി തോന്നും. കാരണം ആകർഷണം സ്വന്തമായി മാനസിക സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരാളുടെ മുഖം കണ്ട് മതിപ്പ് തോന്നിയേക്കാം, എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് തുറന്നു പറയുന്നതിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടോ? അവരുടെ ശരീരത്തെ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ ദുർബലത ഉപയോഗിച്ച് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുമോ? ജൈവശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ നോക്കൂ. ദീർഘകാല ബന്ധം ഡോപ്പമൈനിൽ മാത്രമല്ല, ഓക്സിറ്റോസിനിലും വിശ്വാസത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരം കാഴ്ചയിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം, എന്നാൽ നാഡീവ്യൂഹം സുരക്ഷിതത്വത്തിലൂടെയാണ് ബന്ധിക്കപ്പെടുന്നത്. സുരക്ഷിതത്വം സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത്. 2. ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുന്നതിന് ചാണക്യൻ്റെ ബ്ലൂ പ്രിൻ്റ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഒരാളായ ചാണക്യൻ ശക്തമായ ഒരു കാര്യം വിശ്വസിച്ചു: ആശ്വാസ സമയത്ത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് ഒരാളെ വിലയിരുത്തരുത്, അസൗകര്യത്തിനിടയിലെ പ്രവൃത്തികൾ നോക്കി അവരെ വിലയിരുത്തുക. ഈ ആധുനിക കാല ബന്ധങ്ങളിൽ നമ്മൾ കെമിസ്ട്രിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, പക്ഷേ ചാണക്യൻ സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ചെറിയ നിമിഷങ്ങൾ നിരീക്ഷിക്കുക. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ ഒരു വെയിറ്ററോട് അവർ എങ്ങനെ പെരുമാറും, അവർ എങ്ങനെ സംസാരിക്കും, അവരെ നിരാശപ്പെടുത്തിയ ഒരാളെക്കുറിച്ച് അവർ എങ്ങനെ സംസാരിക്കും, നേടാൻ ഒന്നുമില്ലാത്തപ്പോൾ അവർ എങ്ങനെ പെരുമാറും. ഒരു വ്യക്തിയുടെ യഥാർത്ഥ മോട്ടിവേഷൻ അവളുടെ ഗംഭീര പ്രകടനങ്ങളിൽ മറഞ്ഞിരിക്കുന്നില്ല,
സൂക്ഷ്മ സ്വഭാവങ്ങളിലാണ് അവ വെളിപ്പെടുന്നത്. വലിയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പരീക്ഷിക്കാൻ ചാണക്യൻ ഉപദേശിച്ചു. എന്തുകൊണ്ട്? കാരണം ചെറിയ വിള്ളലുകളിലൂടെയാണ് സ്വഭാവം ചോർന്നൊലിക്കുന്നത്. ആരെങ്കിലും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കള്ളം പറഞ്ഞാൽ അവർ വലിയ വഞ്ചനകളെ ന്യായീകരിക്കും. ആരെങ്കിലും അവരുടെ താഴെ ഉള്ള ആളുകളെ അനാദരിക്കുന്നുവെങ്കിൽ, ശക്തിയും സ്വാധീനവും നിങ്ങൾക്കില്ലെങ്കിൽ അവർ ഒടുവിൽ നിങ്ങളെയും അനാദരിക്കും. ആകർഷണം അന്ധമാക്കുന്നു, നിരീക്ഷണം വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതിന് മുമ്പ് അവരുടെ പാറ്റേണുകൾ പഠിക്കുക. അവരുടെ വാഗ്ദാനങ്ങളല്ല, അവരുടെ പാറ്റേണുകൾ പഠിക്കുക. 3. വൈകാരിക പ്രതിരോധശേഷിക്കുള്ള സ്റ്റോയിക് ഫിൽട്ടർ. ഇനി നമുക്ക് സ്റ്റോയിക് വീക്ഷണങ്ങൾ പരിശോധിക്കാം. ബാഹ്യ സൗന്ദര്യം, സമ്പത്ത്, പദവി എന്നിവ താൽക്കാലികമാണെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിച്ചു. ആന്തരിക ഗുണം മാത്രമേ നിലനിൽക്കൂ. ഉയർന്ന മൂല്യമുള്ള ഒരു പങ്കാളി ലോകം ആരാധിക്കുന്ന ഒരാളാകണമെന്നില്ല. ലോകം തകരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ് ഉയർന്ന മൂല്യമുള്ള ഒരു പങ്കാളി. സ്വയം ചോദിക്കുക, സംഘർഷം ഉണ്ടാകുമ്പോൾ അവ വർദ്ധിക്കുമോ അതോ സ്ഥിരത കൈവരിക്കുമോ? വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളായി മാറുമോ അതോ സഹകരണപരമായ പ്രശ്നപരിഹാരമാണോ? ഒരു യഥാർത്ഥ പങ്കാളി നീ എപ്പോഴും എല്ലാം നശിപ്പിക്കുന്നു എന്ന് പറയില്ല. നമ്മൾ ഒരുമിച്ച് ഇത് എങ്ങനെ പരിഹരിക്കും, നമ്മൾ ഇതിനെ എങ്ങനെ നേരിടും എന്ന് പറയുന്നു. ഇത് വൈകാരിക പ്രതിരോധശേഷിയാണ്. 2026 സാമ്പത്തികവും സാമൂഹികവുമായ അസ്ഥിരത സാധാരണമാണ്. കരിയർ മാറുന്നു, വിപണി മാറുന്നു, പ്രതീക്ഷകൾ മാറുന്നു. ഏറ്റവും ആകർഷകമായ ഗുണം ആകർഷണീയതയല്ല, അത് സ്വയം നിയന്ത്രണമാണ്. കാരണം വൈകാരിക നിയന്ത്രണമില്ലാത്ത ഒരു ബന്ധം വൈകാരിക യുദ്ധമായി മാറുന്നു. എന്നാൽ നിയന്ത്രണവുമായുള്ള ബന്ധം ഒരു കോട്ടയായി മാറുന്നു. 4. ആത്യന്തിക വെളിപ്പെടുത്തലായി പ്രതികൂലാവസ്ഥ. നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു നിയമം ഇതാ: ന്യായമായ കാലാവസ്ഥയിലെ സ്നേഹം ജീവിതത്തിലെ നല്ല കാലത്തുണ്ടാകുന്ന സ്നേഹം ഒന്നും തെളിയിക്കുന്നില്ല. ജീവിതം എളുപ്പമാകുമ്പോൾ ആർക്കും ദയ കാണിക്കാൻ കഴിയും. പണം ഒഴുകിയെത്തുകയും ആരോഗ്യം സ്ഥിരതയുള്ളതാകുകയും ചെയ്യുമ്പോൾ ആർക്കും പ്രണയത്തിലാകാം. എന്നാൽ കാര്യങ്ങൾ തകരുമ്പോൾ അവർ ആരായിരിക്കും? യഥാർത്ഥ സ്വഭാവം സമ്മർദ്ദത്തിൽ രൂപപ്പെടുന്നു. അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക. പരാജയം, നാണക്കേട്, നഷ്ടം, സമ്മർദ്ദം ഇവയോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക. അവർ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അവർ പിന്മാറുന്നുണ്ടോ? അവർ ആക്രമിക്കുന്നുണ്ടോ? അതോ അവർ പൊരുത്തപ്പെടുന്നുണ്ടോ? പങ്കിട്ട പോരാട്ടം ശക്തമായ ഒന്ന് സൃഷ്ടിക്കുന്നു. ഒരു നമ്മൾ എന്ന ഐഡൻറ്റിറ്റി സൃഷ്ടിക്കുന്നു. രണ്ടുപേർ ഒരുമിച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുകയും പരസ്പരം വേർപ്പെടുത്താതെ അത് പരിഹരിക്കുകയും ചെയ്യുമ്പോൾ അവർ അചഞ്ചലമായ വിശ്വാസം വളർത്തിയെടുക്കുന്നു. ഒരു ക്യൂറേറ്റഡ് പ്രൊഫൈൽ നിങ്ങളോട് ഒന്നും പറയുന്നില്ല. ഒരു പ്രതിസന്ധി നിങ്ങളോട് എല്ലാം പറയും. നിങ്ങളുടെ ഭാവി പ്രവചിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ദിവസം നോക്കരുത്, അവരുടെ ഏറ്റവും മോശം ദിവസം കാണുക. 5. ആകർഷണത്തിൽ നിന്ന് പ്രചോദനത്തിലേക്ക്. പക്വമായ പ്രണയത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. ആദ്യം ഒരാൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലാണ് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നത്. എന്നാൽ ഒരാൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ശാശ്വതമായ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിലും അവർ സത്യസന്ധതയോടെ ജീവിക്കുന്നുണ്ടോ? അവർ തങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ? അവർ വളർച്ചയെ പിന്തുടരുന്നുണ്ടോ? ശാരീരിക ആകർഷണം പതുക്കെ മങ്ങുന്നു, എന്നാൽ ബഹുമാനം ഒന്നുകിൽ ആഴത്തിലാകുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നു. ബഹുമാനമില്ലെങ്കിൽ സ്നേഹം ശ്വാസം മുട്ടും. ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ ദൈനംദിന ശീലങ്ങളിൽ കെട്ടിപ്പടുക്കുന്നു. സത്യസന്ധമായ ആശയവിനിമയം, വൈകാരിക ഉത്തരവാദിത്തം, പരസ്പര വളർച്ച, പങ്കിട്ട മൂല്യങ്ങൾ.
റൊമാൻറ്റിക് സ്പാർക്ക് ഒരു ബന്ധത്തിന് തുടക്കമിട്ടേക്കാം, എന്നാൽ അച്ചടക്കമുള്ള സത്യസന്ധത പതിറ്റാണ്ടുകളോളം അതിനെ നിലനിർത്തുന്നു. 6. ആജീവനാന്ത ബന്ധം രൂപപ്പെടുത്തൽ. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കും? പ്രായോഗിക ഘട്ടങ്ങൾ ഇതാ. ആദ്യ ആകർഷണം മന്ദഗതിയിലാക്കുക. പാറ്റേണുകൾ ഉയർന്നു വരാൻ സമയം നൽകുക. കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നല്ല, എന്നാൽ വിശ്വസ്തതയെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? പരാജയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനായി കാത്തിരിക്കുക. സംഘർഷം നേരത്തെ നിരീക്ഷിക്കുക. ഒരു ചെറിയ വിയോജിപ്പ് 10ലധികം പ്രാവശ്യം വെളിപ്പെടുത്തുന്നു. ആവേശത്തേക്കാൾ വൈകാരിക സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക. സമാധാനം വില കുറച്ച് കാണപ്പെടും. അരാജകത്വം ഒരു ആസക്തിയാണ്. വളർച്ച തിരഞ്ഞെടുക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുക. ഉയർന്ന മൂല്യമുള്ള ഒരു പങ്കാളി പൂർണ്ണനല്ല. അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ കുറ്റമറ്റവരല്ല. അവർ സ്വയം അവബോധമുള്ളവരാണ്. അവർ നാടകീയത പ്രകടിപ്പിക്കുന്നവരല്ല. അവർ അച്ചടക്കമുള്ളവരാണ്. നിങ്ങളുടെ ശ്രദ്ധ ഉപരിതലത്തിൽ നിന്ന് സത്തയിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ തീവ്രതയെ പിന്തുടരുന്നത് നിർത്തുന്നു, സ്ഥിരത കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു. അവസാനമായി ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സൗന്ദര്യമാണ് കൊളുത്തെങ്കിൽ സ്വഭാവം നങ്കൂരമാണ്. ഒന്ന് നിങ്ങളെ അകത്തേക്ക് വലിക്കുന്നു, മറ്റൊന്ന് നിങ്ങളെ സ്ഥിരതയോടെ നിർത്തുന്നു. സ്പാർക്കാണ് നിങ്ങളുടെ ആകർഷണത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ സ്വഭാവമാണ് ഒരു ബന്ധത്തെ സ്ഥിരതയോടെ ആജീവനാന്തം നിലനിർത്തുന്നത്. ലോകം രൂപഭാവത്തെ മഹത്വപ്പെടുത്തുന്നത് തുടരും. അൽഗോരിതങ്ങൾ സൗന്ദര്യശാസ്ത്രത്തിന് പ്രതിഫലം നൽകുന്നത് തുടരും. നിങ്ങൾക്ക് സന്തോഷം മാത്രമല്ല സമാധാനവും നൽകുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കായി പ്രകാശിക്കുന്നവനെയല്ല, നിങ്ങളോടൊപ്പം വളരുന്നവനെ തിരഞ്ഞെടുക്കുക. കാരണം ആത്യന്തികമായി ആത്മാവിൻ്റെ വാസ്തുവിദ്യ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ മറികടക്കുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.